ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാ വന്നത് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ വീട്ടിൽ നോമ്പ് തുറയുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ഇതാ ജ്യേഷ്ഠത്തിയും അനിയത്തിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത്. അപ്പോൾ ഞാനിതാ വീട്ടിൽ വന്നിട്ട് നമ്മളെ റോഡൊക്കെ ഇതാ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു പ്രത്യേക വൈബാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സുഖമാണ്. അധികം വണ്ടികളൊന്നും വരില്ല കേട്ടോ. കുറച്ച് ഉള്ളിലായതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ കേട്ടോ വണ്ടിയൊക്കെ വരിക. അപ്പോൾ ഇതാ കുട്ടികൾക്ക് നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ മിഷു മോനൊക്കെ ഇതാ റോഡ് നന്നാക്കിയ കണ്ടിട്ടുള്ള സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അതുപോലെ റോട്ടിൽ നിന്ന് പിന്നെ കയറുന്നില്ല കേട്ടോ. റോട്ടിൽ തന്നെയാണ്. അങ്ങനെ നമ്മളെ മിഷുൻ്റെ വണ്ടിയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് മക്കളൊക്കെ ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് കളിക്കൽ. അപ്പോൾ ഇവിടെ അതിന് പറ്റിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇവിടെ വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇവർ ചെറുപ്പത്തിലായ സമയത്ത് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സൈക്കിളൊക്കെ കൊണ്ടുപോകും. അപ്പോൾ സൈക്കിൾ പഠിക്കാൻ എല്ലാത്തിനും നല്ലൊരു സുഖമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ചക്ക നമ്മൾ വീട്ടിലുണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു കഷ്ണം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഉള്ളിയൊക്കെ തൊലിക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ അതിന് ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാതും റെഡിയാക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ ആ ഒരു സമയത്തേക്ക് പിന്നെ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അകപ്പാടൊരു ഹറിബറി ആവില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഉള്ളിയൊക്കെ തൊലിക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ തൊലിച്ചപ്പോൾ നമ്മൾ കണ്ണു നല്ല പോലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ ഇതങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ തൊലിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ വലിയുള്ളി മാത്രം തൊലിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആവുന്നത് അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഉള്ളി കുറച്ച് തൊലിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ കഴുകിയിട്ട് വെക്കുകയാണേ. അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഇവിടെ ഇമ്മ തന്നെയുണ്ട് ബിരിയാണി ഉണ്ടാക്കില്ല. അപ്പോൾ ഇവിടെ ഉമ്മാൻ്റെ ബിരിയാണിയുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടം. അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണി പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതും റെഡിയാക്കി കൊടുക്കും. പിന്നെ കുക്കിംഗ് പിന്നെ ഉമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയുള്ളിയൊക്കെ തൊലിച്ച് കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പച്ചമുളക്, ഇഞ്ചി പിന്നെ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കഴുകിയിട്ട് ഇതാ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ടായിനി. അപ്പം നമ്മൾ തലേ ദിവസമാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ അകൊക്കെ അടിച്ച് വാരി കഴിഞ്ഞപ്പോൾ അതിൽ പിന്നെ ഞാൻ തുടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അകൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണേ. അപ്പം നമ്മൾ അകത്ത് പണിയെടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ റോട്ടിലൊന്ന് വന്ന് നോക്കൂട്ടോ മക്കളെ എങ്ങോട്ടെങ്കിലും പോയോന്ന്. അപ്പോൾ എല്ലാത്തിനും പേടിയാണല്ലേ, കുട്ടികളെ പുറത്ത് വിടാനും എല്ലാത്തിനും പേടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും കേട്ടോ. അപ്പോൾ ഇതാ നല്ല കളിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ റോട്ടിൽ നിന്ന് കയറി നേരില്ല കേട്ടോ.
അപ്പം അങ്ങനെ നമ്മളെ വീട്ടിലത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ അനിയത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട്. അപ്പം അങ്ങനെ അനിയത്തിയും കുട്ടികളും ഇതാ ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ട്. Şalya, Brenda. അപ്പോൾ ഇത് അനിയത്തിൻ്റെ കുട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓലെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വരുന്ന സമയത്ത് വണ്ടിയൊക്കെ കൊണ്ടിങ്ങോട്ട് പോരുട്ടോ. പിന്നെ പോകുന്ന സമയത്ത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകലാണ് കേട്ടോ. അപ്പം അങ്ങനെ ദിലുവിന് ധാന്യത്തിൻ്റെ കുട്ടി വന്നപ്പോൾ കമ്പനിക്കാരായിട്ട് അപ്പം അങ്ങനെ അവരും തന്നെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോഡാണ് ഇപ്പം നമ്മളെ ഇവിടുത്തെ വൈബ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കുട്ടികളെ കളിയൊക്കെ കണ്ടിട്ട് നിന്നു കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി തൊലിക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം ഇനി വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് സമയത്ത് ആ കുട്ടികളെ കളിയൊക്കെ കണ്ടു നിന്നു. അപ്പോൾ ആൺകുട്ടികൾ അങ്ങനെ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓല അങ്ങനെ ഒരു കമ്പനിയാണ് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾ അങ്ങനെ ഓല അങ്ങനെ ഒരു ഭാഗത്തും കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മൊത്തം ഈ നമ്മളെ അടുത്ത് കൂടെ ഉള്ള തോട് മൊത്തം ഇവർ തന്നെ ആക്കിയാൽ കേട്ടോ. ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവർക്ക് കളിക്കാൻ നല്ല സുഖമാട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലൊന്നും ഇത്ര സൗകര്യം ഇല്ലല്ലോ കളിക്കാൻ. അപ്പോൾ ഇവിടെ അത്യാവശ്യം മക്കൾക്ക് കളിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മക്കളപ്പോൾ ഇതാ കുറച്ച് സമയമൊക്കെ നോക്കി നിന്നതിന് ശേഷം പിന്നെ ഞാനിതാ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിക്കും അതേപോലെ തന്നെ സമൂസക്കൊക്കെ ഉള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ അത് ഉള്ളി കട്ട് ചെയ്യലും അതേപോലെ തന്നെ ചതക്കലും പൊടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പുറത്ത് ധാന്യത്തിൽ ഇതാ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോമ്പ് തുറവിക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടിൽ ഇത് അവിടെ ഒരു മാങ്ങ മുച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിമത്തെ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇത് വലുതായാൽ കേട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ മാങ്ങ ആകുമ്പോഴത്തേന് പറിച്ചിട്ട് അച്ചാറിടുക അല്ലെങ്കിൽ ഉപ്പിലൊക്കെ ഇട്ട് വെക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ മാങ്ങയൊക്കെ പറിക്കാനായിട്ട് പോവുകയാണേ.
അപ്പോൾ ഇതാണ് കേട്ടോ മാങ്ങ മൂച്ചി. അപ്പോൾ ഇത് ചെറിയ മാങ്ങയാണ്. അപ്പോൾ ഇത് കടുമാങ്ങ ആക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വലുതായ കേട് വരും കേട്ടോ. അങ്ങനെ ഒരു മാങ്ങയാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ താഴത്തുള്ള മാങ്ങയൊക്കെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ പറിച്ചെടുത്ത് പിന്നെ നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മിഷൊക്കെ ഇവിടെ വന്ന 4 എണ്ണമാണ് കേട്ടോ. അപ്പോൾ മിഷൊക്കെ ഇതാ ഇതുപോലെയാണ് മിഷുവിൻ്റെ ഒക്കെ കളി കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഇതാ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ അമ്മക്ക് അങ്ങനെ ചിക്കൻ പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരാളിതാ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരാളിതാ തരിക്കഞ്ഞി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരാൾ സമൂസക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ജ്യൂസിനുള്ള മാങ്ങയൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. പിന്നെ മക്കൾ നല്ല കളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലൊന്ന് റോട്ടിലൊന്ന് വന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഇതിൽ ആകെ നടക്കുകയുണ്ട്. അപ്പോൾ ഇതാ അനിയത്തിൻ്റെ കുട്ടികളൊക്കെ അങ്ങനെ സ്കൂട്ടിയൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഇതാ അങ്ങനെ മസാല ഒക്കെ റെഡി ആയപ്പോൾ അങ്ങനെ സമൂസയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് വരട്ടിയതും അങ്ങനെയുണ്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ബീഫൊക്കെ വേവായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. പിന്നെ അനിയത്തി അങ്ങനെ സമൂസ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഇതാ മാംഗോ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സമൂസ പൊരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പപ്പടം കൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിക്ക് പപ്പടം കഴിക്കലില്ലല്ലേ, പക്ഷേ ബിരിയാണിക്ക് പപ്പടം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പപ്പടം കൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പപ്പടം ഇതിലൊക്കെ ഇട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ബാക്കി പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണക്കടയും കൂടി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണക്കടയായിട്ടുള്ളത് പൊക്കവടയും പിന്നെ സമൂസയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും മക്കൾക്ക് ഇഷ്ടം ജ്യേഷ്ഠത്തിൻ്റെ മക്കൾക്കും അതേപോലെ തന്നെ അനിയത്തിൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടം സമൂസയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമൂസയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇവർക്കൊന്നും കട്ട്ലേറ്റിനോട് വലിയ താല്പര്യമില്ല. പിന്നെ കട്ട്ലേറ്റിൻ്റെ ആൾക്കാർ പിന്നെ നമ്മളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ അധികവും കട്ട്ലേറ്റ് തന്നെയാണ് ഉണ്ടാക്കില്ല. അതുകൊണ്ട് നമ്മളിവിടെ കട്ട്ലേറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബാങ്ക് കൊടുക്കാനായപ്പോൾ എല്ലാതും അങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് നാരങ്ങ വെള്ളം പറ്റില്ല, കുറച്ച് ആൾക്കാർക്ക് നാരങ്ങ വെള്ളം വേണം, അതേപോലെ കുറച്ച് ആൾക്കാർക്ക് തരിക്കഞ്ഞി വേണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാതും അങ്ങനെ കുറച്ചങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാതും റെഡിയാക്കി വെച്ചതിന് ശേഷം ബാങ്കിന് വേണ്ടിയിട്ട് ഇതാ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ മിഷൊക്കെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മിഷൊക്കെ ഇതാ ഓരോന്നിടത്ത് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ അങ്ങനെ മക്കൾക്കൊക്കെ ചോറൊക്കെ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വീട്ടിലേക്ക് തന്നെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ പോരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളങ്ങനെ വീട്ടിൽ തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.